ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എവറിത്തിങ് വിൽ ബി ഹിയർ. ഇന്ന് നമുക്ക് ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്നതാ ഇവാൻ എവിടെ പോയി? ഇങ്ങോട്ട് കുറവായി ഷഡിയിട്ട് നിൽക്കുക. വാ, ഇവാന് മാർക്ക് എണീക്കുന്ന ദിവസമാണ്. അപ്പം വെള്ളിയാഴ്ച ഇന്ന് ജുമാക്ക് പോവും. പപ്പൻ്റെയും പിന്നെ കുറച്ച് ആൺകുട്ടികളുടെയും കുടുംബത്തിലുള്ള കുറച്ച് ആൺകുട്ടികളുടെ ഒക്കെ കൂടെ നെയ്വാന് ജുമാക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫംഗ്ഷനും കാര്യമൊക്കെ നമ്മളെ വീട്ടിൽ നടക്കുന്നുണ്ട്. കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വരും. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ യുവാനെ ഒന്ന് എണ്ണയൊക്കെ തേച്ച് ഒന്ന് കൊഴുപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വരുന്നില്ല. കമോൺ, യുവാന്റെ ഫാൻസ് വെയിറ്റ് ചെയ്യുന്നു. വേഗം പാടോ. യുവാന് എണ്ണൊക്കെ മേലിൽ തേച്ചിട്ട് യുവാനും അമ്മയും പപ്പയും കൂടി മുറ്റത്തുനിന്ന് ഫുട്ബോൾ കളിക്കും. ആരാ ഗോളി? പപ്പയും നീയും ഗോളി കഴിഞ്ഞപ്പോ ഞാൻ മാത്രം കളിക്കുക അല്ലേ? വേവാ, നമ്മളെ പുതിയ സിസ്റ്റം. അയ്യോ, അങ്ങനെ പറയാൻ പറ്റൂല. ഞാൻ ഷെഡ് വെച്ചിട്ട് എന്റെ ചൂച്ചു എല്ലാരും കാണൂ കേട്ടോ. വെക്കണോ? വേറെ ആരെങ്കിലും വരുമോ അല്ലെ വീഡിയോ എടുക്കാൻ? അറിയാമല്ലോ, യൂട്യൂബിലോ വീഡിയോ ഒക്കെ ചെയ്യുന്ന അല്ലേ? ഗുഡ് ബോയ് ആണ്. ഇവിടെ ഇരിക്കും മോന്, അമ്മൻ്റെ കുട്ടി ഇവിടെ ഇരിക്കും. നമ്മൾ പിന്നെ നല്ല സോപ്പൊക്കെ ഇട്ടാൽ മാത്രം നമ്മളതിൽ വഴുത്തി വീഴുള്ളൂ. ദൈവാനെ വേഗം വാ, അതാ കൊതു വരുന്നേ. കൊതുവിന് എണ്ണ തേക്കണമല്ലോ. കൊതുവിന് വരെ എണ്ണ തേക്കണം. ഞാൻ എണ്ണ തേച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഫുട്ബോൾ കളിക്കാന്. പിന്നെയോ, ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാ? അല്ല, കുളിക്കണ്ടേ ചൂടുവെള്ളത്തില്? കുറച്ച് കഴിഞ്ഞിട്ട്, കുറച്ച് നമ്മൾ ഫുട്ബോളൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് ബാ, ഇങ്ങോട്ടേക്ക് വാ, കുറച്ച് അടുത്തേക്ക് വാ. മറ്റേ കൈ എണ്ണൊക്കെ തേച്ച് കുളിച്ചിട്ട് എന്തിടൂ? ഡ്രസ്. പുതിയ ഡ്രസ് ഉണ്ടോ ഇവാന്? ഉണ്ട്. എന്താ കളറ്? പുതിയ ഡ്രസ്സിന്റെ? യെല്ലോയാ? യെല്ലോ കളർ ഡ്രസ്സാ? ഷൂ ഉണ്ടോ പുതിയത്? ഷൂ ഉണ്ട്. എന്നിട്ടാ ഏത് കളർ ഷൂവാ? ബ്ലൂ. അടിപൊളി ഷൂവാ. ആരാ വാങ്ങി തന്ന ഷൂ? പപ്പ വാങ്ങി തന്ന ഷൂവാ. അടിപൊളി. വേറെ ആർക്ക് വാങ്ങിയ ഷൂ? പപ്പക്ക് ഷൂ വാങ്ങിയ? ഇല്ല, മെല്ലാക്കുള്ളൂ, കണ്ണിലാവില്ല കേട്ടാ. മറ്റേ ചെവി നോക്കട്ടെ. നീച്ചിക്ക്, നീ തിരിഞ്ഞിക്ക്. ഇത് മുക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള എണ്ണാണ് കേട്ടോ നീ തേച്ച് കൊടുക്കുന്നത്. നല്ല എണ്ണ, നല്ലെണ്ണയിൽ കാച്ചുന്ന മുക്കൂട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു കൂട്ട്. അതിട്ട് കാച്ചി കുറച്ച് നല്ല നെയ്യൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്നത്. നല്ലതാ, നല്ല കളറൊക്കെ വയ്ക്കും. മേലൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഡാർക്ക് സ്പോട്ട്സും എന്തെങ്കിലും അടയാളങ്ങളൊക്കെ ഉണ്ടാവില്ലേ മേത്ത്, നമ്മൾ സൺ ടാനൊക്കെ അടിച്ചിട്ടുള്ള അതൊക്കെ പോവും. നല്ല അടിപൊളി സാധനം. കാല് കാണിക്കൂ. സെറ്റ്. നീ കളിക്കാ? ബോളും വേണ്ടേ? ഞാൻ ബോൾ എടുത്തിട്ട് വാ, ഓടി വാ, ബോൾ എടുത്തിട്ട്. നീ ചെയ്യ.
ക്യാച്ച്. ഇങ്ങനെയാണ്. ഇങ്ങോട്ട് മാമന്റെ അടുത്തേക്ക്. ആ പിടിക്കണേ, പിടിക്കൂലേ? ക്യാച്ച്. നീ മാമക്ക് പിടിക്കണേ. ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന പോലെ മോൻ ഇങ്ങനെ പിടിക്കും. പിടിക്കണേ. 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 ആ പോയി. മമ്മ പൊത്തേ ഇവാൻ വിളിച്ചിക്കണേ. 1 2 3 4 5 6 7 8 9 10. ഇവാനെ കാണുന്നില്ലല്ലോ, ഇവാനെ കാണുന്നില്ലല്ലോ. കൈയിട്. ചിരിക്കണ ഒരു ചിരി വരുന്നത്. അച്ഛക്കാരിട്. എന്താ എന്താ പാന്റിന്റെ കളർ എന്താ? ഗ്രീൻ. ഗ്രീൻ പാന്റ്. ഓക്കെ. നിക്ക് നിക്ക്. ഈ സാധനം ഒരു മിനിറ്റ് നേരെ നിൽക്കുന്നു. നിക്ക്.
യെസ്, പ്രേം നിന്റെ കയ്യിലോട്ട് അടിച്ചു. ഓക്കെ, സ്ലിപ്പ്. സ്ലിപ്പ്. ഓടിച്ചില്ല. ഐസ, ഓയ് നോക്ക് ഐസ. ഹായ് പറയ്. ഹായ് പറയ്. ഹായ് പറയ്. ഹായ്. ഹായ് പറയുവാന്. തന്നെ അതിനേക്കാളും കുറവ്. ഇന്നടാ കൈ നോക്കട്ടടാ. അയ്യയ്യേ, മോളാ ഇറങ്ങാൻ നേരം മഞ്ഞള കഴിക്കണേ. പപ്പ എടുക്കണോന്ന്. ടാറ്റ എനിക്ക് ഐസ. ഇവാനെ പറയ് അസ്സലാമു അലൈക്കും പറയ്. ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് ഭർത്താവ് എന്നുള്ളത് നമുക്കറിയാം. അത് വിചാരിച്ച് ലേറ്റ് കമേഴ്സ് എത്തിയിട്ടുണ്ട്. ഒരാളും കൂടി ഇതാ വന്നിക്കണ പള്ളിയിൽ പോയവരെ കാണാൻ. ആരാടാ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാണ്ട് വന്നേ? ഹായ് പറ. എന്തേ? ഇല്ല ഇല്ല, ഇതെന്താ തിന്നണേ? പടച്ചോനെ.